ഉണ്ടാക്കണതിൻ്റെ പാർട്ട് 2 ആണ് ഇത്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ വെട്ടിയതിന് ശേഷം ഒരു ട്രാൻസ്പെറൻറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലാതെ ഉണ്ടെങ്കിൽ ചിലർക്ക് വാങ്ങാം. അല്ലാതെ നമ്മൾ വെക്കട്ടോ. നമ്മൾ ആദ്യം ഇങ്ങനെ വെച്ച് നോക്കട്ടോ. ഇങ്ങനെ കുറച്ച് വിട്ട് വെച്ച് നോക്കണേ. ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പം എത്രക്ക് വേണം എന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്ക് വരക്കാനൊക്കെ അറിയാതെ രണ്ടാളും കൂടി ഒരാളത് ഉണ്ടാക്കലും ഒരാളെ ഓക്കെ. അത് നമുക്ക് ഇത്ര ഒന്നും വേണ്ട, കുറച്ചൊക്കെ മേലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കട്ടോ. ഇത് അത്രയാണ് വേണ്ടത് കേട്ടോ. നമ്മൾ ഇതിനനുസരിച്ച് വെട്ടിയെടുക്കുകയാണ്. നമ്മൾ ഇതിനനുസരിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഭാഗം ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊരു ഇങ്ങനെ സാധനം നിർബന്ധമാണ്. ഇത് വെറുതെ കൊടുത്തു വെച്ചാൽ കേട്ടോ ഫോൺ വെക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. കണ്ടോ, കാണുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, ഒക്കെ ക്ഷമിക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണേ, നമുക്കിതൊന്ന് എടുക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ പ്ലാസ്റ്റർ കുറച്ച് ഇങ്ങനെ വലിച്ച് വെച്ചിട്ട് നമ്മൾ ഓരോ സ്റ്റിക്കേഴ്സ് ഈ ഒട്ടിപ്പുള്ള ഭാഗത്ത് ഈ സ്ഥാനം, അതായത് ഒട്ടിപ്പുള്ള സ്ഥാനത്തേക്ക് നമ്മൾ ഇങ്ങനെ, അതായത് നിങ്ങൾ കണ്ടോളൂ കേട്ടോ, ഒട്ടിപ്പുള്ള സ്ഥാനത്താണ് ഒട്ടിക്കേണ്ടത് കേട്ടോ. മനസ്സിലായോ? ഇങ്ങനെ ഇത് ബാക്ക് കാണിച്ചിട്ട് ഈ ഒട്ടിപ്പുള്ള ഭാഗത്ത് ചിത്രം കാണരുത്, ബാക്ക് ഭാഗമായിട്ടാണ് വേണ്ടത് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒട്ടിപ്പില്ല. അങ്ങനെ ഫുള്ളാക്കിയിട്ട് വെക്കട്ടെ എല്ലാതും വെക്കാം. അപ്പോൾ ഫുൾ ഒട്ടിച്ചിട്ടുണ്ട്. ഫുള്ളിങ്ങനെ നല്ലവണ്ണം അമർത്തി ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് പറിക്കാൻ കിട്ടുന്ന സൈപ്പിൽ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് പേപ്പർ അത്ര വീതി ഉണ്ടാവില്ല, വലിപ്പം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വെട്ടി മാറ്റിയ ഭാഗം ബാക്കി ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് തൽക്കാലത്തിന് അത് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ അതെങ്ങനെയാണ് ചാൻസ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഇത്രക്ക് വലിപ്പം ഇതാക്കണ്ടോ, അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഞങ്ങൾക്ക് ഇനി ഇത്ര വലിപ്പമുള്ള ഒരു പ്ലാസ്റ്ററിൻ്റെ ഇതും കൂടി ഇതിൻ്റെ മേൽക്കൂടെ ഒന്നും കൂടി ഒട്ടിക്കണം കേട്ടോ. മേൽക്കൂടല്ല, ബാക്കിലാണ്. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഇതൊത്തും മാറ്റണ്ട. നമ്മളെന്ത് ചെയ്യാം, ഇതിൽ എടുക്കുക. ഇതിങ്ങനെ എടുത്തിട്ട് നല്ല കീറാതെ നോക്കിയെടുക്കണം കേട്ടോ. പേപ്പർ ആയതുകൊണ്ടാണ് പറഞ്ഞത്. പേപ്പർ ചിലപ്പോൾ അവിടെ ഒട്ടിയിട്ട് കിട്ടാതെ വരും. ഇപ്പോൾ അങ്ങനത്തെ മാറ്റണ്ടോ, നമുക്ക് അത്രയും ഇതെടുക്കേ.
അത് ഇങ്ങനെ ബാക്കിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ അതിൻ്റെ അളവിൽ വെട്ട് പക്ഷെ കുറച്ച് സ്പേസ് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല സ്പേസ് കൊടുക്കൊന്നും വേണ്ട. അപ്പം ഇങ്ങനെയാണുള്ളത്. നമ്മൾ ഈ പേപ്പറിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാതും ഒട്ടിക്കാം കേട്ടോ.